ടാങ്ക് പൊട്ടി ഗൈസ്, പണി ഫുള്ള് പാളി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡ് ഒക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് പണി ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് പൊട്ടി പോയിട്ട് നമ്മളത് താഴെ ഇറക്കി, വീട്ടിന് മുകളിൽ ഇരുന്ന ടാങ്കാണ്. അപ്പം ഇന്ന് നമ്മൾ ഒട്ടിച്ചിട്ട് കുറച്ച് മീൻ വളർത്താനുള്ള പരിപാടിയാണ്. മീനെന്ന് പറയുന്നത് നമ്മുടെ അക്വേറിയം ഫിഷസ് അല്ലാത്ത വളർത്തു മത്സ്യങ്ങൾ. ഇതിനകത്ത് വളരെയോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഇവിടെ പൊട്ടിയിട്ടാണ് നമ്മൾ ടാങ്ക് മാറ്റിയത്. പിന്നെ പഴയ ടാങ്ക് കൂടെ ആയതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ അങ്ങ് മാറ്റിയത്. പിന്നെ ഞാൻ അത് ഒട്ടിച്ചു. സോ ഇനി നമ്മളിത് വെള്ളം നിറച്ച് നോക്കിയാണിത് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നമുക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മളിത് ടാങ്ക് മാറ്റി ഇവിടെ കട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒന്ന് വെച്ച് ജോയിൻ ചെയ്ത് ഒരു സ്റ്റോപ്പർ വാൽവ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സോ നമ്മളിത് അഴിച്ചെടുക്കാൻ നോക്കുകയാണ്, പറ്റുമെന്ന് അറിയില്ല. മറിയുന്നേ തരുന്നുണ്ട്. ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ഒട്ടിച്ചതെല്ലാം വെറുതെ ആയിരുന്നു. ഓക്കെ, ഇത് നമുക്ക് സെറ്റായി കിട്ടി. ഇപ്പം ഞാൻ പോയി ഇതിൻ്റെ വേറൊരു സാധനവും ബാക്കി കാര്യങ്ങളും മേടിച്ച് സെറ്റായിട്ട് വരാം. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ പോയി മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. നമ്മൾ കൈ വെച്ച് മാക്സിമം മുറുക്കി ഇങ്ങനെ കൂടെ കുറച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാം. പൊട്ടി പോകണമെന്ന് എനിക്കറിയില്ല. പോയി മതി. ഓക്കെ, നമ്മൾ പൈപ്പൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോപ്പാൽ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം തുറന്നു വിടാൻ എളുപ്പമാണ്. സോ ഇൻ കേസ് നമുക്ക് ടാങ്കൊക്കെ ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ അടുത്ത റിന്യൂ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്കിത് ജസ്റ്റ് തുറന്നാൽ എല്ലാം സെറ്റാണ്. അതാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പശയൊക്കെ തേച്ച് സംഭവം സെറ്റാണ്. നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് വേണം. കാരണം ഒരു 10 മിനിറ്റ് ഈ പശ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ, നമ്മൾ എയറേഷൻ കൊടുക്കാവുന്ന സെറ്റപ്പാണ്. എനിക്ക് വീഡിയോ എടുക്കുന്നവർക്ക് അറിയണ്ടേ എന്താന്ന്. അവർക്കറിയാമല്ലോ, അതൊക്കെ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് സംഭവം എയർ പോകാനുള്ള സെറ്റപ്പാണ് നമ്മൾ ഈ ചെയ്തത്. ടാങ്ക് അടച്ചു വെച്ചാലോ ടാങ്കിനകത്ത് എയർ കിട്ടാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കും. ഓക്കെ, ആ സെറ്റപ്പ്. അപ്പം നമ്മൾ ടാങ്കിനകത്ത് ഇനി വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. വെള്ളം നിറയ്ക്കാൻ നമുക്ക് അവിടെ അപ്പുറത്ത് കൊണ്ട് വെച്ച് നോക്കാം. നമ്മുടെ അടുത്ത പരീക്ഷണ വസ്തു ഇത് വർക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തും കുറച്ച് മീൻ വളർത്തുന്നതായിരിക്കും. പിന്നെ ഇത് മീൻ. ഓക്കെ ഗായ്സ്, നമുക്ക് ടാങ്കിന്റെ അവസ്ഥ എന്താ നോക്കാം. കമോൺ. ഉണ്ട്, ഇതുവരെ നമുക്ക് ലീക്ക് ഒന്നും നേരത്തെ പൊട്ടിയത് കാണാനില്ല. സോ നമ്മൾ ടാങ്ക് ഓക്കെ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടാങ്ക് വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ടാങ്കിലെ വെള്ളം വെറുതെ കളയാൻ ഇവിടെ ഒരാൾ സമ്മതിക്കുന്നില്ല. ഒരാൾ ഓസും പിടിച്ചതോ അപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്കപ്പം ടാങ്കിലെ വെള്ളം പറ്റുന്ന പോലൊക്കെ ചെടിക്ക് ഒഴിക്കാം. ഒരു തുള്ളി പോലും വരുന്നില്ല. ടാങ്ക് വെക്കാൻ പോകുന്നത് ഇവിടെ പറ്റുമെങ്കിൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. ലെവലല്ല, നമുക്ക് ലെവലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരുമാതിരി മണ്ണില്ലാത്ത ഞാൻ
അങ്ങനെ ഇവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരാള് വെറുതെ പണിയെടുക്കാതെ ഞാൻ വീഡിയോ എടുത്തോന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മണലിട്ട് വെച്ചാൽ ടാങ്കിന്റെ അടിഭാഗത്ത് കുറച്ച് ലെവലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയത്തില്ല അതിന്റെ അളവ് പോകും. എന്തൊക്കെയോ സാധനങ്ങൾ പറക്കിയെടുക്കുന്നുണ്ട്. നമുക്കിത് ലെവലാക്കണമല്ലോ. ഫൗണ്ടേഷൻ സെറ്റ്. അങ്ങനെ നമ്മള് അത് ഫുള്ള് തുറന്നു വിട്ടേക്കാണ്. നമ്മൾ ഈ ടാങ്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഇനിയാണ് പ്രധാന കാര്യം. മീനെ എവിടെ കിട്ടും നമുക്കറിയില്ല. നമ്മൾ തിരക്കണം. മീൻ എവിടെ നിന്ന് മേടിക്കുന്നു, മീനിനി എന്തെങ്കിലും ഇങ്ങനെ ടാങ്ക് ഇടുന്നുണ്ട് പ്രശ്നങ്ങളുണ്ടോ, അതിനി വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ കുറച്ചൊരു 5-10 മീനുകളെ മേടിച്ചിട്ട് അത് വളരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു 10-20 കൂടെ ഇതിനകത്ത് എടുത്തിടും. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10-20 കൂടെ 20 കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് സീ. നല്ല വെള്ളമുണ്ട് ഗൈസ്. ചരിച്ചു കളയാൻ പറ്റുമോ? ചരിച്ചു കളയാൻ വിചാരിക്കുന്നതൊക്കെ ഉള്ളു. ഇതൊരു 2-3 ദിവസത്തെ വെള്ളമുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കുഴലിൽ കൂടി ചരിച്ചു കളയാൻ പറ്റുമോ? ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചെളി അതിനകത്ത് അടിഞ്ഞു കിടക്കുക. അങ്ങനെ കലക്കുമ്പോഴത്തേക്ക് ചെളിയും കൂടെ ഇറങ്ങി പോവുക. എന്താന്ന് പറഞ്ഞൂട്? ടാങ്ക് പൊട്ടി ഗൈസ്. പണി ഫുള്ള് പാളി. എന്ത് ചെയ്യും? നോക്കാം. തൊട്ടിക്കാന്നല്ലേ ഉള്ളൂ. തൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഒട്ടിക്കും. ഒട്ടിച്ച് നോക്കും. ഇനി അടുത്ത എൻ്റെ ടെൻഷൻ എംസിയിൽ ഒട്ടുമെന്നുള്ളതാണ്. ചെറിയൊരു പൊട്ടലായിരുന്നു. ഞാനത് വലിയ പൊട്ടലായിരുന്നു. എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. കാരണം നല്ലൊരു പൊട്ടലാണ് വന്നേക്കുന്നത്. എൻ്റെ ടാങ്കിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു വിള്ളൽ വീ. ഈ ഒട്ടിച്ച ഇയാളാണോ ഇത്? ബെസ്റ്റ് സംഭവം താഴെ വെയിറ്റ് കൂടും വെള്ളം വരുമ്പോഴത്തേക്ക്. സോ ഇത് വീണ്ടും പൊട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. ബട്ട് ഐ ആം ടേക്കിംഗ് എ റിസ്ക്. അതെ 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 അതെ. വൃത്തിയായിട്ട് ഒട്ടിച്ച് അവസാനത്തെ അഹങ്കാരം കൊണ്ടാണ് ഈ ടാങ്ക് പൊട്ടിയത്. കാര്യം നമ്മളെ കുത്തി പിടിച്ച് വെള്ളം കളയാൻ ക്ഷമ അഹങ്കാരാപത്ത്. ഇത് ഒട്ടിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ കൂടുതൽ അല്ല. വേറൊരു ടാങ്ക് കൂടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ടാങ്ക് കൂടെ ഉണ്ട്. ഇത് വർക്കായില്ലെങ്കിൽ ഞാൻ അതിനകത്ത്. ഈ നത്തോലിയൊക്കെ നമ്മള് കടലിൽ നിന്ന് മാത്രമേ കിട്ടോളൂ? അല്ല, തോട്ടിലുണ്ടല്ലോ നത്തോലി. അത് ലൈറ്റ് കത്തുന്നത് മീൻ. മാനത്ത് കണ്ണി. എന്റെ മുകളിൽ തലയിൽ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തുവോ? രാത്രി ടോർച്ച് ഇട്ടുകൊണ്ട് പോകും. ലൈറ്റ് കത്തും. ഇയാള് സൂക്ഷിച്ചു നോക്കിയാൽ മതി. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഈ അടിയിലോട്ട് ഇത് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രഷർ കൂടും. കാരണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ ചിലപ്പോൾ ജയിക്കാം, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്ക് ഇതുവരെ ശരിയായിട്ടില്ല, പക്ഷെ ഇനി ശരിയാവാം. നമുക്ക് സെറ്റാവാൻ എന്തായാലും ഒരു 3-4 മണിക്കൂർ എടുക്കും. അതേപോലെ നമുക്ക് ഇങ്ങനെ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ. സോ മിഷൻ വെയിറ്റിംഗ്. ഡ്രോപ്പ് ഒന്നുമില്ല. ഡ്രോപ്പ് എന്നൊരു സാധനം. ഞാൻ അടുത്ത കസ്റ്റ് ഞാൻ നോക്കും. എന്തായാലും ഞാൻ മീനെ വളർത്തിയിരിക്കും. ഇനിയില്ലെങ്കിൽ ഞാൻ കുളമെങ്കിലും കുത്തുക. ഫുള്ളും കുളമാക്കാനുള്ള പദ്ധതിയാണ്. അതെ ഗൈസ്, എല്ലാം ഞാൻ കുളമാക്കിയിരിക്കും. നമ്മളിത് നല്ല സെറ്റായിട്ട് നല്ല സിമെന്റ് പോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഓ, ടൈം അപ്പ്. ടാങ്ക് പൊട്ടി. കഷ്ടപ്പെട്ട് പൊട്ടിച്ച് അത് വെള്ളം ഇതിലെ വെള്ളം കളയാനായിട്ട് ഇങ്ങനെ ചരിച്ചതാ. എംസിയിലല്ല, ടാങ്ക് കുറച്ച് പൊട്ടി. അവിടെ എംസിയിലും പൊട്ടിയതിന്റെ ബാക്കി കുറച്ചും പൊട്ടി. നമ്മള്
ഇത് ഒട്ടുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുക, സെറ്റ് ആക്കുക, മീനെ മേടിക്കുക. ബൈ ബൈ. ബൈ ബൈ.